പ്രിയപ്പെട്ടവരെ, യാത്രകളെന്നും നമുക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ യൂട്യൂബിലൊക്കെ നമ്മുടെ പല പല ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒക്കെ വിവരണങ്ങളുണ്ടാവില്ല. സ്വന്തം നാടിൻ്റെ വീഡിയോസ് കുറവായിരിക്കും. പക്ഷേ ഒരു പ്രവാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട് ഇങ്ങനെ കാണുക എന്നുള്ളത് വളരെ സുന്ദരമായൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് രാകേഷ് നഗറിലെ വലിയ അങ്ങാടിയാണിത്. വലിയ എന്ന് പറയുമ്പോൾ രാകേഷ് നഗറിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതായിരിക്കും. നമ്മുടെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒഴൂരിലെ 18-ാം വാർഡ് 1-ാം വാർഡൊക്കെ പെടുന്നതിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒഴൂരിൽ നിന്നും ഓണക്കാടിൽ നിന്നൊക്കെ ആളുകൾ ദേവദാർ സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. റോഡ് അത്ര ഉഷാറല്ല എങ്കിൽ പോലും റോഡ് നന്നാക്കിയ സമയത്ത് ഉഷാറായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ പോവുകയാണെങ്കിൽ ദേവദാറിലേക്ക് എത്താം. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് പുത്തൻതെരുവിലേക്ക് പോവാം. ഈ സ്ഥലത്തിന് റോഡിന് പറയുന്ന പേരാണ് അഞ്ചമ്പ് റോഡ്. എന്തുകൊണ്ടാണ് അഞ്ചമ്പ് എന്ന പേര് വന്നതെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? 5 അമ്പുകളുണ്ട്. വലതുഭാഗത്ത് ഭാരതപ്പുഴയല്ല, ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ പേരെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടാ. ഇങ്ങനെ പോയാൽ പുതിയ വീടുകൾ നിർമ്മാണം നടക്കുന്നു. പഴയ കാലത്ത് ഇതൊരു പാടമായിരുന്നു, അത് പിന്നെ റോഡായി. ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരുടെ വീടായിരിക്കും. സ്വന്തം വീട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അവരവരുടെ വീട് അല്ലെങ്കിൽ അവരവരുടെ ചങ്കുകളുടെ വീടൊക്കെ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിലൂടെ ഇങ്ങനെ പോന്നാൽ ഈ ഒരു ഭാഗം നല്ല രസമുള്ള ബദാം മരം ഒക്കെ ആയിട്ട് കുറച്ച് രസമുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അതിലൂടെ ഇങ്ങനെ പോയാൽ അവിടെ ഒരു തൊഴുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു പശുവിൻ്റെ ഒക്കെ എന്താ പറയുക, ഫാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കയറുന്നത് പുത്തൻതൊരു ഒഴൂർ റോഡ്, വെള്ളച്ചാൽ റോഡൊക്കെയാണ്. നല്ല റോഡാട്ടോ. കാലങ്ങളായിട്ട് പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് ലോക്കലായി കിടന്നിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഒഴൂരിലെത്തും. നമ്മൾ നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ പുത്തൻതെരുവിലേക്കുള്ള റോഡാണ്. ഇതിലാണ് രാജധാനി ബസ് സർവീസ് നടത്തുന്ന റൂട്ടാണിത്. ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോയാൽ വലതുവശത്ത് പാടം, ഇടതുവശത്ത് ഫാത്തിമ മസ്ജിദ് കാണാം. ഫാത്തിമ മസ്ജിദിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോയാൽ അവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇടതുവശത്ത് ഞാറ് നടുന്നൊരു ചെറിയ പാടം. ഞാറും ചെറിയ കൃഷികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. നല്ല രസമാണ് രാവിലെ കാണാൻ. പ്രഭാതത്തിൽ ഇതിലൂടെ പോകുമ്പോഴേ വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് ഈ ചെറിയൊരു അങ്ങാടി, താഴത്തങ്ങാടി എന്നാണ് ഇപ്പോൾ പേരിട്ടിട്ടുള്ളത്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ KT ജാറും, അതിലൂടെ വേണമെങ്കിൽ നമുക്ക് താന്നാളൂരിലേക്ക് പോകാം. ഇവിടെ ഷാജിയാക്കാൻ്റെ കട, അതുപോലെ തന്നെ ചിക്കൻ കട, മൊബൈൽ ഷോപ്പ് അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം പഴക്കമുള്ള മില്ല്, തടിമില്ല്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൂറിയ ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. വന്ന സമയത്ത് അധികം ആളില്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ആളുണ്ട് കേട്ടോ, പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഹോട്ടൽ, പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഹോട്ടൽ. പിന്നെ ഇടതുവശത്ത് കാണുന്നതാണ് താന്നൂർ ഗവൺമെൻറ് കോളേജ്, CH കോളേജ്. എല്ലാവിധ സംഘടനകളുടെയും പോസ്റ്ററുകളും ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നിടത്തുനിന്ന് വലത്തോട്ട് പോയാൽ അമ്പലത്തോട്ടാ, ഗണപതി അമ്പലം. ഇതാണ് പുത്തൻതൊരു ടൗൺ. വലതുവശത്തേക്ക് പോയാൽ താന്നൂർ റോഡ്, ദേവദാർ സ്കൂളൊക്കെ ആ ഭാഗത്താണ്. നമ്മൾ ഇടതുവശത്തേക്ക് പോയാൽ വലതുവശത്ത് കാണുന്നത് പുത്തൻതൊരു ജുമാ മസ്ജിദ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സർപ്ലസ് ടെക്സ്റ്റൈൽസ്. അത് കഴിഞ്ഞിട്ട് ഇടതുവശത്ത് MKS ഉമ്മറിൻ്റെ വീട്. പിന്നെ വലതുവശത്ത് ഇന്ത്യൻ ഹോട്ടൽ. ഇടതുവശത്ത് കണ്ടില്ലേ, നമ്മൾ പുതിയ പമ്പ് വരുന്നുണ്ട് ഇവിടെ. പുത്തൻതെരുത്തൊരു പമ്പ് വന്നാൽ പൊളിക്കില്ലല്ലോ, വരട്ടെ. എണ്ണ തീർന്നാലൊക്കെ നമുക്ക് വല്ലാതെ ഉരുട്ടി കൊണ്ടുപോകണ്ട. പിന്നെ നമ്മൾ കാണുന്നത് ഇടതുവശത്ത് ഫിർദോസ് ഓഡിറ്റോറിയത്തിൻ്റെ പുതിയ ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഫിർദോസിൻ്റെ പഴയ കെട്ടിടം. ഫിർദോസ് ഓഡിറ്റോറിയത്തിൽ കല്യാണം കഴിഞ്ഞ ആളുകൾ, അവിടെ കല്യാണത്തിന് കൂടിയ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞിങ്ങോട്ട് പോയാൽ ഇടതുവശത്ത് കോഴി ഫാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പോകുന്നത് കമ്പനിപ്പടിയിലേക്കാണ്. വലതുവശത്ത് റിങ് ഉണ്ടാക്കുന്ന സ്ഥലം, സുരേഷിൻ്റെ വർക്ക്ഷോപ്പ്, മുജീബിൻ്റെ ബൈക്ക് വർക്ക്ഷോപ്പ്,
ഇടതുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടയർ ഷോപ്പാട്ടത്, നല്ല സർവീസ് അവിടെ. കഴിഞ്ഞ് വലത്തോട്ട് സ്റ്റീലിൻ്റെ ഷോപ്പ്, ഇടത്തോട്ടൊരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഷോപ്പ് ഉണ്ട്. സനീഷിൻ്റെ വീടാണ്. അത് കഴിഞ്ഞിട്ട് കമ്പനിപ്പടി ഇരുട്ട് മൂടി കിടന്നിരുന്ന കമ്പനിപ്പടിയുടെ വെളിച്ചം എന്ന് പറയാം നയ്യാറ പമ്പ്. ചിലവർ നായര പമ്പ് എന്ന് പറയും, ചിലർ നയ്യാറ പമ്പ് എന്ന് പറയും. എന്തായാലും നല്ല രസമാണ് കേട്ടോ. അവിടെ ഇപ്പം വെളിച്ചമൊക്കെ വന്ന് നല്ല ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വനിതാ ഹോട്ടലുണ്ട്, നല്ല ഫുഡ് അവിടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒഴിഞ്ഞ സ്ഥലം, കാറ് റെൻ്റ് കാറുണ്ടെന്ന് തോന്നുന്നു അവിടെ, വർക്ക്ഷോപ്പുണ്ട് കാറിൻ്റെ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നല്ല റോഡാട്ടോ, മലേഷ്യൻ റോഡ് എന്നാണ് പറയുക. അതായത് ഏറ്റക്കുറച്ചിലില്ലാതെ വാട്ടർ ലെവലിൽ ഉണ്ടാക്കിയ റോഡാണ്. കുറേ ദൂരത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുപ്പച്ചാണെന്ന് വിചാരിക്കും, വെള്ളം നിൽക്കണതായിട്ട് ഫീൽ ചെയ്യും. എന്തായാലും മന്ത്രി MLA സൂപ്പറാണ്, റോഡ് അടിപൊളിയാക്കി തന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളെത്തുന്നതാണ് വാട്ട അത്താണി എന്ന് പറഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണ് വട്ടത്താണി എന്ന് പേര് വന്നതെന്നുള്ള അറിയില്ല. വലതുവശത്ത് പോയാൽ റെയിൽ മുറിച്ച് കിടന്നാൽ വേറെ ഒരുപാട് നാടുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് താനാളൂർ റോട്ടിലേക്കാട്ടോ. ഇവിടെ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ മീൻ കച്ചവടം, ഇവിടെയും പമ്പ് വരണുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും നമ്മുടെ നാട് ഇങ്ങനെ മൊബൈലിലൂടെ കാണുമ്പോൾ ഒരു സുന്ദരമായിട്ടുള്ളൊരു സംഭവമല്ലേ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.